വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. 8 വർഷത്തെ നിയമ പോരാട്ടം, രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ശിക്ഷാവിധി. ഇതാണ് ദിലീപിന്റെ കേസിൽ ഇന്നലെ മാധ്യമങ്ങൾ കൊടുത്തിരുന്ന ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. ഡിസംബർ 12-ന് ദിലീപിന് എന്ത് സംഭവിക്കും? പല തരത്തിലുള്ള ഊഹാപോഹങ്ങളും പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രേക്ഷകരോട് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, പെട്ടെന്ന് നിങ്ങൾക്കൊരു ഷോക്കായി കാണും. കാരണം ദിലീപിന്റെ വിഷയം ഇവരെന്താണ് ചർച്ച ചെയ്യുന്നത്? കാരണം നമ്മൾ നാഷണൽ ഇന്റർനാഷണൽ വാർത്തകളാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ദിലീപിന്റെ വിഷയം ഇന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, എനിക്കപ്പുറത്തിരിക്കുന്ന ബിജു തറയിൽ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ ജോലി ചെയ്തിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം അവിടെ നേരിട്ട് കണ്ട കുറച്ച് കാര്യങ്ങൾ, എന്താണ് ഈ ദിലീപിന്റെ കേസിൽ ഈ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, അതിന്റെ കുറച്ച് നേർസാക്ഷ്യങ്ങൾ അത് അദ്ദേഹത്തിന് പറയാനുണ്ട്. അത് ചോദിക്കാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതെനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കാരണം ചേട്ടാ, ഇതിൽ ഫസ്റ്റ് ഞാൻ തുടക്കം തൊട്ട് പറയട്ടെ, റിപ്പോർട്ടർ ചാനലാണ് ദിലീപിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് എന്ന് ഇവിടെയുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. കാരണം നികേഷ് കുമാർ എന്ന് പറയുന്ന വ്യക്തി റിപ്പോർട്ടർ ചാനലിലുള്ള സമയം തൊട്ട് തന്നെ പ്രൈം ടൈമിൽ ഈ വിഷയമല്ലാതെ ഇവർക്കൊന്നും ചർച്ച ചെയ്യാനില്ലായിരുന്നു. അന്ന് റിപ്പോർട്ടർ വളരെ എന്താ പറയുക, വളരെ കഞ്ഞി കുടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. പ്രൈം ടൈമിൽ ഇതല്ലാതെ വേറെ പല വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ദിലീപിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് കാണുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴും എല്ലാ മാധ്യമങ്ങളും ദിലീപിനെതിരാണ് കേട്ടോ. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ചേട്ടാ, 6 പ്രതികളെ ശിക്ഷിച്ചു. 1-ാം പ്രതി, 2-ാം പ്രതി, 3-ാം പ്രതി, 4-ാം പ്രതി, 5-ാം പ്രതി, 6-ാം പ്രതി, ഈ 6 പേരെയും ശിക്ഷിച്ചു. എന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഈ ഒരു വയറ്റരിച്ചിൽ ശമിക്കണമെങ്കിൽ ഈ 6 പ്രതികളെയും വെറുതെ വിടണം. 8-ാമത്തെ പ്രതിയായിട്ടുള്ള ഒരു തെളിവുമില്ലാത്ത ദിലീപിനെ ശിക്ഷിക്കണം. ദിലീപിനെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഈ പീഡിപ്പിച്ചവനെ വെറുതെ വിടണം. അവനെ വെറുതെ പൊക്കോട്ടെ, അവനെ നമുക്ക് ആവശ്യമില്ല. കാരണം ഞങ്ങൾ പറയുന്നത് കോടതി കേട്ടില്ല, കോടതി ഞങ്ങൾ പറയുന്നത് കേൾക്കണം. പിന്നെ ഇപ്പോഴും ഞങ്ങൾ അവൾക്കൊപ്പമാണ് എന്നാണ് അവർ പറയുന്നത്. അവൾക്കൊപ്പം നിൽക്കണം, അവൾക്ക് നീതി ലഭിക്കണം. നീതി അവൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 6 പ്രതികളെ ശിക്ഷിച്ചു. ഇനി നീതിയുടെ ഒരു ബാക്കി ഭാഗം അവൾക്ക് ലഭിക്കേണ്ടത്, ഇതിന്റെ ഗൂഢാലോചന ആരാണ് നടത്തിയത്? ദിലീപാണ് നടത്തിയതെന്ന് പറഞ്ഞ് ഇത്രയും കാലം ദിലീപിന്റെ പിറകെ ഓടുകയായിരുന്നു. റിപ്പോർട്ടർ ചാനൽ ദിലീപിന്റെ വീട്ടിന്റെ മുകളിൽ കൂടെ ഡ്രോൺ പറത്തി. ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് ചേട്ടാ, ഒരു മനുഷ്യന് ഒരു സ്വകാര്യത എന്ന് പറഞ്ഞൊരു സാധനമില്ലേ? യവന്മാരൊക്കെയാണ് സഞ്ചാർ സാഥി ആപ്പിനെ കുറിച്ച് വാദോരാതെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. ദിലീപിന്റെ വീട്ടില്, കക്കൂസില്, കുളിമുറിയില് ദിലീപിന്റെ ഫോൺ ഹാക്ക് ചെയ്യുക, എന്തൊക്കെയാണ് ഒരു മനുഷ്യനെ ചെയ്യുന്നത്? ഒരു ഭയങ്കരമായിട്ട് ഇവര് തന്നെയാണ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്, കുറ്റാരോപിതനാണ്, കുറ്റവാളിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്, കുറ്റം തെളിയുന്നത് വരെ. അങ്ങനെ ഗോവിന്ദച്ചാമിയുടെ കേസ് ഇവരെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന വൃത്തികെട്ട മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. ഗോവിന്ദച്ചാമിക്ക് മനുഷ്യാവകാശം ഉണ്ടെന്ന് പറയുന്നത്. വെൻ ഇറ്റ് കംസ് ടു ദിലീപിന്റെ കേസിൽ വരുമ്പോ ദിലീപിന്റെ മലം വരെ ഇവന്മാര് പരിശോധിക്കും. അതിനകത്ത് വരെ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ഇവന്മാര് നോക്കുന്ന ഒരു ഇതാണുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ ദിലീപിന്റെ കേസിൽ സംഭവിച്ചത്? ദിലീപിന്റെ കേസിൽ എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ ഇത്രയ്ക്ക് ദിലീപിനെ ടാർഗറ്റ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് ഈ കഥ? മന്ത്രി, മാഫിയ, മാധ്യമം, ഈ മൂന്നും കൂടെ ചേർന്നതാണ് ഒരു രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ. അതായത് ഡെമോക്രസി അല്ല, ഈ ഭരണം, അതാണ് മന്ത്രി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. മന്ത്രിയും മാഫിയ, അവരുടെ കയ്യിലാണല്ലോ പണമുള്ളതും നിയന്ത്രിക്കപ്പെടുന്നതും. പിന്നുള്ളതും മാധ്യമങ്ങൾ. ഈ മൂന്നും ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തിന് കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇന്ത്യയും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ 2014 ശേഷം സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ വരവോടുകൂടി, ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ശക്തി പ്രാപിച്ചതോടുകൂടി അത് അത്ര എളുപ്പമുള്ള കാര്യം അല്ലാതായി മാറിയിരിക്കും. നമുക്കറിയാം, കേരളത്തിലൊക്കെ പലപ്പോഴും പല പാർട്ടികളുടെയും മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് ഇവിടുത്തെ പത്രങ്ങളായിരുന്നു ആദ്യഘട്ടങ്ങളിൽ. അപ്പോൾ ഈ പത്രങ്ങൾ ഇങ്ങനെ എഴുതും, ഇന്നയാളെ മന്ത്രിയാക്കണം എന്ന് ഇന്ന സഭ ആവശ്യപ്പെട്ടു, ഇല്ലെങ്കിൽ കരയോഗം ആവശ്യപ്പെട്ടു, ഇല്ലെങ്കിൽ ഇന്നവരാവശ്യപ്പെട്ടു, ഇവരുടെ പിന്നിൽ ശക്തിയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെഴുതും. ഇതിന് വലിയൊരു പ്രഷർ കൊടുക്കും. ഇതിനകത്ത് 2-3 കാര്യങ്ങൾ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കും. കാരണം മാധ്യമങ്ങൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പണം ആവശ്യമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു. ഞാൻ ഇപ്പോഴും അത് ചിരിക്കുകയും മറ്റു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ് ചിരിക്കുകയും ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഈ ഗ്ലാമറിന് വലിയ പ്രാധാന്യമുണ്ട്. ഭംഗിയുള്ള മുഖമാണെങ്കിൽ ഫ്രണ്ട് പേജിൽ അടിച്ചു വരും പത്രങ്ങളാണെങ്കിൽ. ഗ്ലാമറുള്ള മുഖമാണ് 3-4 ദിവസം അടുപ്പിച്ചിരുന്ന് ചർച്ച ചെയ്യും മാധ്യമങ്ങൾ. കാരണം ഇതിനൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അങ്ങനെയാണല്ലോ എല്ലാം. അപ്പോ ഈ സരിതയുടെ കേസ്, സോളാർ കേസ് നടക്കുന്നു. ആ സമയത്ത് ഞാൻ എറണാകുളം ഹൈക്കോടതിയിൽ വാദത്തിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ അവിടെ വന്നു. അവരൊരു തട്ടിപ്പ് കേസ് ഇതേപോലെ സരിത പോലെ തന്നെ ഉള്ള മറ്റൊരു സ്കാമാണത്. അവരവിടെ വരുന്നു. അവർ ഓട്ടോറിക്ഷയിലാണ് വന്നിറങ്ങി അവർ വന്നിട്ട് ഇങ്ങനെ പത്രക്കാരെയൊക്കെ വിളിക്കുന്നു. പത്രക്കാരൊക്കെ ചെന്നെന്താ
ഞാനും ഇതുകൊണ്ടൊക്കെ കുരുങ്ങിയിരിക്കുകയാണ്. കുറെ നേതാക്കന്മാരുടെ പേരൊക്കെ പറഞ്ഞു, എന്നെയും ഇങ്ങനെ പീഡിപ്പിച്ചു അതായതാന്നൊക്കെ. എല്ലാവരും അത് കേട്ടു, ശരി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് വിട്ടു. അപ്പോൾ ആരും ആ വാർത്ത കൊടുത്തില്ല. സംഭവം അവർക്ക് ലുക്കില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ഹൈക്കോടതിയിൽ കേസ് വരുന്നു. സരിത വരും എന്നറിഞ്ഞു എല്ലാ മാധ്യമങ്ങളും ചെല്ലുന്നു അവിടെ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു. ആ ഓട്ടോറിക്ഷയിൽ നിന്ന് അന്ന് കണ്ട ആ സ്ത്രീ ഇറങ്ങി വരുന്നു. ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായില്ല. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മുടിയൊക്കെ സ്ട്രൈറ്റേൺ ചെയ്തിട്ട് ഇത് വന്നിറങ്ങി. കാരണം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഈ കേസിന്റെ സമയത്ത് തന്നെ ഇവർ നന്നായിട്ട് ഈ പാറിപ്പറന്ന മുടിയും ലിപ്സ്റ്റിക്കും കണ്ണും ഒക്കെ എഴുതി വളരെ മിടുക്കിയായിട്ട് വന്നു. പക്ഷെ എന്നിട്ടും വാർത്ത പോയില്ല. 1-2 ചാനലുകൾ മാത്രമേ വാർത്ത പോയുള്ളൂ. കാരണം അവിടെ സ്റ്റാർ അല്ലല്ലോ. അപ്പൊ പിന്നെ അത് എടുക്കണ്ട എന്ന് വെച്ചിട്ടായിരിക്കാം. ഇതാണ് മാധ്യമങ്ങളുടെ ഒരു കൊമേഴ്സ്യൽ ലൈൻ. പിന്നെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ഒരു വിഷയം നടക്കുമ്പോൾ റിപ്പോർട്ടർ ധനുഷ് പറഞ്ഞത് ശരിയാണ്. പക്ഷെ അത് ഈ റിപ്പോർട്ടറല്ല, പഴയ റിപ്പോർട്ടർ, കഞ്ഞി കുടിക്കാനൊന്നും നിവൃത്തിയില്ലാതിരുന്ന കാലഘട്ടത്തിലുള്ള റിപ്പോർട്ടർ. അന്ന് ഞങ്ങൾ ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം പുലർച്ചെയാണ് ഇത് അറിഞ്ഞതിന് ശേഷം പുലർച്ചെ ഞാനുണ്ട്, എൻ്റെ ഒപ്പം 2 മുതിർന്ന മാധ്യമ പ്രവർത്തകർ. അവരുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, അവർ ഈ കേസുമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളവരല്ല, മാധ്യമപ്രവർത്തകരാണ്. ഇപ്പം നമ്മൾ 3 പേര് സ്വകാര്യമായിട്ടിരുന്ന് സംസാരിക്കുന്ന വിഷയം പറയേണ്ട ഒരു ആവശ്യം നമുക്കില്ല. കാരണം അവരെ നാണം കിടത്തേണ്ട ആവശ്യമില്ല. അത് നമ്മൾ സ്വകാര്യത മാനിച്ച് മാത്രമാണ് പറയാത്തത്. കാരണം അവർ ഈ കേസുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത 2 സീനിയർ, അത് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകരാണ്. 2 പേരും ഒരു മുറിയിലിരിക്കുന്നു. അവിടേക്ക് കേരളത്തിന്റെ ഒരു വളരെ പഴയ സീനിയർ ആയിട്ടുള്ള ഒരു സിനിമാ നിർമ്മാതാവും സംവിധായകനും അവിടെയുണ്ട്. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. വളരെ പഴയ ഒരു ഫേമസ് ആണ്. കാരണം സിനിമാക്കാരുമായിട്ട് അടുത്ത ബന്ധമുള്ളൊരു ചാനലും കൂടെ. ഞങ്ങൾ 4 പേരും കൂടി ഇരിക്കുന്നു, കഥ പറയുന്നു. ആ കഥയിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് ഇതൊക്കെ പറയുന്നത് ചോദിച്ചാൽ, അന്ന് ഞാനൊരു ജോലിക്കാരൻ മാത്രമായിരുന്നു സ്ഥാപനത്തിൽ. എപ്പോഴും ഞാനൊരു കാര്യം പറയാം, ഈ ചില പോലീസ് ഓഫീസേഴ്സ് ഞാനോട് സംസാരിക്കാറുണ്ട്. അവരെല്ലാം വളരെ മിടുക്കരായ പോലീസ് ഓഫീസേഴ്സാണ്. അവർക്ക് ഈ കുറ്റം കണ്ടുപിടിക്കണമെന്നും കുറ്റവാളികൾ പിടിക്കണമെന്നും ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അത് സാധിക്കാറില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മുകളിൽ നിന്നുള്ള പ്രഷറാണ്. ആ പ്രഷറിനെ അതിജീവിച്ച് അവർ മുൻപോട്ട് പോയാൽ അവർ പട്ടിണിയായി പോകും, അവരുടെ കുടുംബം വഴിയാധാരമായി പോകും. അതുകൊണ്ട് അവരെല്ലാം സഹിച്ചു നിൽക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് പ്രൈവറ്റ് സെക്ടറിൽ, മാധ്യമരംഗത്തും അങ്ങനെ തന്നെയാണ്. മാനേജ്മെന്റിനെ ധിക്കരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം ജീവിക്കണമെങ്കിൽ പണി വേണമല്ലോ. നമ്മൾ ധിക്കരിച്ച് നിലപാടെടുത്ത് പുറത്തു പോയാൽ ആ സമയത്ത് കുറെ ലൈക്ക് തരാൻ ആളുണ്ടാകും, ചായ വാങ്ങിത്തരാനോ വീട്ടിലെ കരി മേടിച്ചു തരാനോ ആരും കാണത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും നിലപാട് മാറ്റി വെച്ച് നിൽക്കുന്നത്. അപ്പം ഇത് പറയുന്നു. അപ്പോഴും ആ ഡെസ്കിൽ ഞാൻ ഈ നാഷണൽ ഇന്റർനാഷണൽ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വാർത്തകൾ ഞാൻ ഹാൻഡിൽ ചെയ്യാറില്ല. കേൾക്കും. അന്ന് ആ മുറിയിലുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ 3 പേരും അന്ന് സീനിയറാണ്. എന്നേക്കാൾ വളരെ സീനിയറാണ് അദ്ദേഹവും, മുതിർന്ന മാധ്യമപ്രവർത്തകർ. അപ്പൊ ആ കഥ കേട്ടു. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ റേപ്പ് നടന്ന ഒരു കാര്യത്തില്, ആ റേപ്പ് നടന്നതിന്റെ അന്നും മീൻസ് ആ വാർത്ത വന്നതിന്റെ അന്നും അതിന്റെ പിറ്റേ ദിവസം നമ്മൾ കേട്ടൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ചില പേപ്പറുകളിൽ നിർബന്ധിച്ച് ഒപ്പിടിച്ചു എന്ന് കേട്ടു. പിന്നീട് ആരെങ്കിലും ആ സ്റ്റേറ്റ്മെന്റ് കേട്ടോ? ആരെങ്കിലും കേട്ടോ? ചില പേപ്പറുകൾ നിർബന്ധിച്ച് ഇരയെ കൊണ്ട് ഒപ്പിടിച്ചൊന്നും ഇല്ല. അവിടെ മുതലാണ് ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം ആരംഭിക്കേണ്ടത് ശരിക്കും, അല്ലേ? എന്തിനായിരുന്നു ആ പേപ്പർ, എന്തിനായിരുന്നു ഒപ്പിടിച്ചതെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ആ പിറ്റേ ദിവസം ഇത് വന്നിരുന്നു. വൈകുന്നേരമായപ്പോൾ എല്ലാ ചാനലിൽ നിന്നും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പോയി, ഈ ഒപ്പിടിക്കാൻ വന്നു എന്നുള്ളത്. അവിടം വരെ ഈ കഥയുടെ റിയൽ സ്റ്റോറിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയതാണ്. കാരണം ഈ പറയുന്ന ഇര എന്ന് പറയുന്ന ആളും ഇപ്പോൾ ഈ പറയുന്ന കുറ്റവിമുക്തനാക്കപ്പെട്ട ആളും ഒരു ബലാത്സംഗം ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു അകൽച്ചയെന്നല്ല, അവർ വളരെ അടുത്ത് നിൽക്കുന്ന 2 പേര്. എന്തായാലും ഈ ഒരു മാനസികാവസ്ഥ ഇപ്പോൾ വെറുതെ വിട്ടൊരാൾക്കില്ല എന്നുള്ളത് അന്നും ഇന്നും ഞാൻ കരുതുന്ന ഒരാളാണ്. അതിന്റെ ആവശ്യം അദ്ദേഹത്തിന് ഇല്ല. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദവും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ പിണങ്ങി എന്നുള്ളത് ശരിയാണ് എന്ന് കരുതി എനിക്കിപ്പോൾ ധനുഷിനെ വെട്ടിക്കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാൻ കഴിയില്ല. അത് നമ്മൾ അത്ര നല്ല ടൈംസ് ആണെങ്കിൽ നമുക്കതിന് കഴിയില്ല. എന്നെ ചിലപ്പോൾ ദ്രോഹിക്കണമെന്ന് ഞാൻ പറയും, അവന് 2 വിരട്ടിയാരെ എന്ന് നമ്മൾ. വേറൊരു കാര്യം ഞാൻ പറയട്ടെ, ഈ ദിലീപ് ലോജിക്കലി ചിന്തിക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് കണക്ട് ആവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം, ദിലീപ് എന്നൊരു വടവൃക്ഷമായിരുന്നു. ദിലീപിന് നല്ല ഹോൾഡ്, തിയേറ്റർ ഓണേഴ്സ് നല്ല ഹോൾഡ്, ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷനിലെ ഹോൾഡ്, എല്ലാത്തിലും ദിലീപിനുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയെ എന്തെങ്കിലും ഒരു ദിലീപിന് ഒരു അനിഷ്ടമുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയെ ദിലീപിന് തന്നെ സിനിമയ്ക്കകത്ത് ഓപ്പറേറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്താൻ കഴിയും. ഞാൻ ലോജിക്കലി ഉള്ള കാര്യമാണ് പറയുന്നത്, മാറ്റി നിർത്താൻ കഴിയും. ഇതൊരുമാതിരി തെലുങ്ക് സിനിമയിലൊക്കെ കാണുന്നത് പോലെ, മറ്റേ കണ്ടപ്പോ മുഖം തിരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് വെട്ടിക്കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്നത് പോലെയുള്ള, അത് ഒട്ടും ലോജിക്കലി കറക്റ്റ് ആവുന്നില്ല. ബിജുചേട്ടൻ ഫസ്റ്റ് പറഞ്ഞത് എനിക്ക് ഭയങ്കര ലോജിക്കലി ഓക്കെ ആയിട്ട് തോന്നി. കാരണം ഒരുപാട് പേപ്പറുകൾ ഒപ്പിട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ആ സ്റ്റോറി ആരും കേട്ടില്ല. പിന്നെ സ്റ്റോറി പോകുന്നത്
ഈ പെൺകുട്ടി ആ ഇനി ഞാൻ അതിലേക്കാണ് വരുന്നത് ധനുഷേ. പറയൂ. അതായത് ഈ പറയുന്ന കക്ഷി, ഈ പൾസർ സുനി എന്ന് പറയുന്ന കക്ഷി, ഇതിന് മുമ്പ് 1-2 നടിമാരുടെ സെയിം രീതിയിലുള്ള പീഡനം നടത്തിയിട്ടുണ്ട്. അതിലൊരു സിനിമ നടി ഫിലിം ഫീൽഡ് വിട്ടുപോയി ഒരു നടിയാണ്, എല്ലാവർക്കും അറിയാം, നല്ല മിടിക്കായ ഒരു നടിയാണ്. അവരെ ഉൾപ്പെടെ പീഡിപ്പിച്ചിട്ടുള്ളവരാണ്. അതായത് ഇയാൾ ഒരു ബോൺ ക്രിമിനൽ ആണെന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാവും. ഒരുപക്ഷെ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഈ വാഹനത്തിൽ ഇവരിൽ നിന്ന് പേപ്പറുകൾ ഒപ്പിടിച്ച് വാങ്ങാൻ അങ്ങനെയാണെങ്കിൽ, ആ സ്റ്റോറി അങ്ങനെയാണെങ്കിൽ, ഞാനത് ഇങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചെയ്ത്, പക്ഷെ അയാളുടെ ഉള്ളിലുള്ള ആ റേപ്പിസ്റ്റ് ഉണരുകയാണ് അവിടെ. കാരണം നല്ലൊരു ചാൻസ്, കാരണം ഇങ്ങനെ ഒരു കൊട്ടേഷൻ എനിക്ക് ഇങ്ങനെ ഉണ്ട്, അപ്പൊ അതിന്റെ ബലത്തിൽ എനിക്ക് ഇതും കൂടെ നടത്തി പോകാം എന്ന് കരുതിയിട്ട് അയാൾ ചെയ്തതാകാം, ഇല്ല എന്ന് അങ്ങനെ ആയിരിക്കാം. ഏതായാലും അദ്ദേഹത്തിന് ഇപ്പൊ കുറ്റക്കാരനാണെന്ന് കോടതി പറയുകയും ചെയ്തു. റേപ്പ് ചെയ്തവനായിരിക്കുമല്ലോ. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ബലാത്സംഗത്തിന്റെ ഒരു ഗൂഢാലോചനയുടെ ഒരു കേസ് വരുന്നത്. ആദ്യമത്തെ കേസാ ബലാത്സംഗത്തിന് ഗൂഢാലോചന, വേറെ കേസ് ഒന്നിനു മുമ്പ് വന്നിട്ടില്ല. അപ്പോ ഇതാണ് ഒന്നാമത്തെ കേസ്. ഇനി ഇത് എങ്ങനെയാണ് ദിലീപിനെതിരെ തിരിയുന്നത് എന്ന് പറയാം. അതാണ് രസം. ഇവിടെ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നത് കൊച്ചിയിൽ ഒരു വലിയ ഗ്യാങ് സിനിമാ ഫീൽഡിൽ പിടിമുറുക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാലമുണ്ട്. ഇന്നിപ്പോ അതിന്റെ പല്ലും നഖവും ഒക്കെ കൊഴിഞ്ഞ് എഴുന്നേറ്റ് നിന്നൊന്ന് ശ്വാസം വിടാൻ വയ്യാത്ത പരുവത്തിലേക്ക് അത് തകർന്ന തരിപ്പണമായി പോയി. അന്ന് ആ സംഘടന വളരെ സജീവമായിരുന്നിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്നവരെ വളരാൻ അവർ അനുവദിച്ചിരുന്നില്ല. അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ചില താരങ്ങൾ, മോഹൻലാലിനെ പോലുള്ള ചില താരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവർ വളഞ്ഞിട്ട് അങ്ങോട്ട് ആക്രമിക്കുകയായിരുന്നു. ദിലീപിനോടുള്ള കലിപ്പിന് കാരണം 2020 എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ടായിരുന്നു. അതായത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട ഒരു സിനിമ, കോടികളെ മുടക്കേണ്ട ഒരു സിനിമ. അതിന് ഈ പ്രമുഖരായ നടന്മാർ പോലും ആ സിനിമ നിർമ്മിക്കാൻ നിന്ന് മാറി നിന്നു. ആ സിനിമ ഒരു പ്രതിസന്ധി വന്നു. തുടങ്ങി എനിക്കൊന്ന് 10 ദിവസം 20 ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോൾ ആ സിനിമ നിന്നുപോയി, പൈസ ഇല്ലാഞ്ഞിട്ട്. ആ നിന്ന പ്രതിസന്ധി ഘട്ടത്തിൽ ഈ പറയുന്ന ദിലീപാണ് പണം മുടക്കുന്നത്. അപ്പോൾ ദിലീപിലേക്ക് സിനിമാ വ്യവസായം മാറുന്നു. അതായത് ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ പിൻഗാമിയായി ദിലീപ് ഉയർന്നു വരുന്നു. കാരണം അദ്ദേഹം തിയേറ്ററുകൾ സ്വന്തമാക്കുന്നു. തിയേറ്ററിലുള്ള നടൻ ആരാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ ദിലീപും പലയിടത്തും തിയേറ്ററുകൾ വാങ്ങുന്നു, തിയേറ്റർ മേഖലയിൽ കൈവെക്കുന്നു, സിനിമാ നിർമ്മാണ മേഖലയിൽ കൈവെക്കുന്നു. ഇതുപോലുള്ള 2020 പോലുള്ള വൻ പ്രൊജക്ടുകളിൽ പണം മുടക്കാൻ സധൈര്യം രംഗത്തെത്തുന്നു. അപ്പൊ നമ്മൾ പറയത്തില്ലേ, ഇനിയും ഇവനെ വളരാൻ അനുവദിച്ചുകൂടാ, നമുക്ക് പണി തുടങ്ങണം. അങ്ങനെ അവര് കാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയം അതിലേക്ക് വരുന്നതും ഇതിനെ നടക്കുന്ന റേപ്പ് നടക്കുന്നതും. റേപ്പ് നടന്നത് തന്നെയാണ്, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയമുള്ളത് തന്നെയാണ്, അതിലെ പ്രതികളുള്ളത് തന്നെയാണ്. ഈ പറയുന്ന പൾസർ സുനി അടക്കം പ്രതികളാണ്. പൾസർ സുനിയുടെ പഴയ കാലത്തെ കുറിച്ച് അന്ന് മാധ്യമങ്ങളൊക്കെ സവിസ്തരം എഴുതിയിരുന്നതാണ്. അന്ന് മാധ്യമങ്ങൾ ഈ പൾസർ സുനി പീഡിപ്പിച്ചതിന്റെ ലിസ്റ്റ് സഹിതം പ്രസിദ്ധീകരിച്ചാണ്. ഇപ്പൊ 8 വർഷം കഴിഞ്ഞിട്ട് ഈ മാധ്യമപ്രവർത്തകർക്കും വായിച്ചവർക്കും മറവി ഉണ്ടാകുമെങ്കിലും നമുക്ക് മറവിയില്ല. അപ്പം അങ്ങനെ ചെയ്തിരുന്നൊരു കക്ഷിയാണ്. ഇവിടെ ആ ഒരു മാഫിയ അവരന്ന് പ്രബലമായിരുന്നു. ഇന്ന് അവർ പ്രബലമല്ല, തകർന്ന തരിപ്പണമായി. അന്ന് അവർ പ്രബലമായിരുന്നവർ ശക്തമായി തന്നെ ഇതിനു വേണ്ടി രംഗത്തിറങ്ങുന്നു. മീഡിയ സംബന്ധിച്ച് അവർക്ക് വേണ്ടത് മണിയാണ്, അതവർക്ക് ലഭ്യമായി. പിന്നുള്ളത് നല്ല പബ്ലിസിറ്റി ഉള്ളൊരു കേസാണ്. കാരണം ഫിലിം സ്റ്റാർ ആണ്, ലൈം ലൈറ്റ് നിൽക്കുന്നവരാണ്, സെലിബ്രിറ്റികളാണ്. സെലിബ്രിറ്റിയെ കുറിച്ച് എന്ത് എഴുതി കഴിഞ്ഞാൽ കേൾക്കാനും കാണാനും ആളുണ്ടാവും. സാധാരണപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല. അത് വെച്ച് പൊലിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഈ കഥകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എല്ലാ സീനിയർ ജേർണലിസ്റ്റുകൾക്കും ഇതിന്റെ കറക്റ്റ് പിന്നാമ്പുറ കഥ അറിയാം. പക്ഷെ നിവൃത്തികേട് കൊണ്ടോ മാർക്കറ്റിങ്ങിന് വേണ്ടിയോ മാത്രമാണ് ഇത് മാറ്റി എഴുതുന്നത് ഞാൻ ഇന്നും വിശ്വസിക്കും. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പലരും തുറന്നു പറയാനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഈ പണി നിർത്തി പോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ അതിനുശേഷം ഈ കേസ് പോകുന്നു. പിന്നീട് ഈ കേസ് ഒറ്റ ആംഗിളിലാണ് പോകുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദിലീപാണ് ഇത് ചെയ്തത് എന്ന രീതിയിൽ, അതായത് ദിലീപ് നേരിട്ട് വന്നത് ചെയ്തു എന്നുള്ള രീതിയിലേക്ക് മാറ്റുകയാണ് ഇത് സ്റ്റോറി. ദിലീപാണ് ഇത് മുഴുവൻ പീഡിപ്പിച്ച ആള്. അവരുടെ പേരാരും പറയുന്നില്ല, അവർക്ക് കുഴപ്പമില്ല, അവരുടെ കൂടെ സഹപ്രതികൾക്ക് കുഴപ്പമില്ല, ആർക്കുമില്ല. പ്രതിക്ക് മാത്രം, ഈ ദിലീപിന് മാത്രമാണ് പ്രശ്നം. ദിലീപിനെ കൃത്യമായി തന്നെ ടാർഗറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ വേറെ പഴയൊരു പഠിപ്പുര വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. സാമാന്യ ലോജിക്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് അതിന്റെ ഒരു ലോജിക്, കറക്റ്റ് സാധനം ഇതാണ്. അദ്ദേഹം ഗൂഢാലോചന നടത്തിയോ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് ഇതിന്റെ ഒരു പിന്നാമ്പറ കഥകൾ അറിയാവുന്നത് കൊണ്ടും ഈ ബിസിനസിന്റെ താല്പര്യങ്ങളും ഇതിനകത്ത് നടന്ന മറ്റ് ബിസിനസ് ഡീലുകളെ കുറിച്ചും അറിയാവുന്നതുകൊണ്ടും വളരെ വ്യക്തമായി പറഞ്ഞു. ദിലീപിനെ സംബന്ധിച്ച് എന്താ ഇതിൽ ഇത്ര താല്പര്യം? അല്ല, അന്ന് നികേഷ് സാറായിരുന്നു. അപ്പൊ അന്ന് നികേഷ് സാറായിരുന്നു. നികേഷ് സാർ ഉണ്ടായിരുന്നപ്പോ ഇത്ര കച്ചട ആയിട്ടില്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. സാറിന് പിന്നെ കുറച്ചൊക്കെ ഒരു മാധ്യമ ധർമ്മമുണ്ട്. പക്ഷെ ഈ രംഗത്ത് ഇതേ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ നികേഷ് സാർ വഹിച്ച പങ്ക് ചെറുതല്ല. ഈ മേഖലയിൽ ഇന്ത്യ വിഷൻ ആണല്ലോ ഇങ്ങനത്തെ ഒരു മേഖലയിൽ വന്ന ഐസ്ക്രീം പാർലർ വന്ന് ആ ഒരു ട്രെൻഡ് വന്നതും പിന്നീട് അതിൽ നിന്ന് പോയ കുറെ പേര് അന്ന് റിപ്പോർട്ടർ ചാനൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. പക്ഷെ നികേഷ് സാർ അങ്ങനെ ഒരു മ്ലേച്ഛമായ രീതിയിൽ ഉള്ളൊരു മാധ്യമ പ്രവർത്തനം നടത്തില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നടത്തില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളായാലും
ഒക്കെ. പക്ഷെ റേറ്റിങ്ങിനൊക്കെ വേണ്ടി ഭയങ്കര മത്സരമാണല്ലോ. അപ്പൊ റേറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എടുത്തും കാണുമായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ദിലീപ് എന്ന് പറയുന്ന ഒരാളെ ഒരു സൈഡിൽ നിർത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന റേറ്റിംഗ് വേറെയാണ്. ദിലീപ് എന്ന് പറയുന്ന ഒരു ഫലവൃക്ഷമുള്ള മാവാണ്. വരുന്നവനും പോകുന്നവനും അതിലേ എറിയത്തുള്ളൂ. അത് ഫലമില്ലാത്ത അതിന്റെ ഇപ്പുറത്ത് വേറെ രാഹുൽ മാങ്കൂട്ടത്തിനും ദിലീപിനും കൂടെ രണ്ട് സൈഡ് നിർത്തി കഴിഞ്ഞാൽ ആൾക്കാർക്ക് കല്ലെറിയാൻ എളുപ്പം ദിലീപിനെ, ഇഷ്ടവും ദിലീപിനെയാണ്. കാരണം ദിലീപിന്റെ അത്രയും ഒരു മാസ്മരികതയോ സെലിബ്രിറ്റിയോ അല്ല മാങ്കൂട്ടം. ഇതിവിടെ മാങ്കൂട്ടവും ദിലീപും രണ്ട് കേസാണ്. കടലും കടലാടിയും പോലത്തെ കേസാണ്. ഒന്നൊരു കാമപ്രാന്തനാണ്. അവന്റെ ഇപ്പൊ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ കേസിൽ ദിലീപ് നേരിട്ട് ഇൻവോൾവ് അല്ല. ഇതിനകത്ത് നേരിട്ട് ദിലീപ് ഇല്ല. ഈ കേസിൽ അദ്ദേഹം ഈ ഗൂഢാലോചന നടത്തിയെന്നാണ്. ഇങ്ങനെ ഒരു തിയറി ഉണ്ടാക്കും. ഒരുപക്ഷെ എന്റെ ഒരു നിഗമനം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ചില ബിസിനസ് ഡീലിങ്സ് ഉണ്ടാകാം. അതിന്റെ പേപ്പറുകളായിരിക്കാം അന്ന് ഒപ്പിടിക്കാൻ വന്നത്. അതൊരു കൊട്ടേഷൻ കൊടുത്തു കാണാം, അത് പേപ്പർ ഒപ്പിടിച്ച് വാങ്ങിക്കൊണ്ട് വരാൻ. പേപ്പർ ഒപ്പിടിച്ച് വാങ്ങിക്കാനായി വിട്ട ഈ ഗുണ്ട, ഇല്ലെങ്കിൽ കൊട്ടേഷൻ നേതാവ് എന്ന് പറയുന്ന ഈ സുനി എന്ന് പറയുന്ന പൾസർ സുനി, ആ മനുഷ്യൻ ഒരു ചെയിൻ റാപ്പറാണ്. റേപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ഒരു മാനസിക രോഗമുള്ള ആളാണ്. അയാള് ഇത്രയും വലിയൊരു വമ്പൻ കൊട്ടേഷനും ഒരു നല്ല പ്രൊട്ടക്ഷനും കിട്ടുമെന്ന് കരുതി ഈ വാഴ നനയുമ്പോൾ ചീരയും നനയുമെന്ന് പറയുന്ന കൂട്ടത്തിൽ ഈ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഒപ്പിടാൻ വരുന്ന കൂട്ടത്തിൽ എന്നാൽ ഇതും കൂടെ നടത്തി പോകാം എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാകണം. അദ്ദേഹം ഒന്നും ഞാൻ ബഹുമാനപുരസരമല്ല പറയുന്നത്, ഒരു മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന മാനുഷികപരമായ ഒരു ബഹുമാനമാണ്. പൾസർ സുനി കരുതിയിട്ടുണ്ടാകാം. അങ്ങനെ നടന്ന ഒരു സംഭവമാണ്. അതിനുശേഷമാണ് ഇത് പെട്ടെന്ന് ദിലീപ് ഇൻവോൾവ് ആണല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ കേസിൽ ദിലീപ് ഇൻവോൾവ് ആണ്, കൊട്ടേഷൻ ആണല്ലോ ഇത്. പക്ഷെ ബലാത്സംഗം ചെയ്യാൻ അദ്ദേഹം ഒരിക്കലും ഇങ്ങനൊരു കൊട്ടേഷൻ, അതും ഈ ഒരു നടിക്ക് വേണ്ടി കൊട്ടേഷൻ കൊടുക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. അതിന്റെ ആവശ്യം ദിലീപിനില്ല. കാരണം അദ്ദേഹമാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവരുടെ ഹിറ്റ് പടങ്ങളിലെല്ലാം ദിലീപ് നിർമ്മിച്ചതോ ഇല്ലെങ്കിൽ ദിലീപ് നായകനായിട്ടുള്ള പടങ്ങളാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേണമെങ്കിൽ അദ്ദേഹത്തിന് സിനിമകളിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ലേ? കാരണം സിനിമയിൽ ഒരു അജയ്യമായിട്ട് ഒരാളായിരുന്നു അദ്ദേഹം. വേണമെങ്കിൽ ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ ചെറിയ നടന്മാർ പോലും ഇന്ന നടി വേണ്ട, ഇന്ന നടൻ വേണം എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിൽ ദിലീപിനെ പോലെ ഒരു പടപ്രശ്നത്തിൽ അത് കളയാമായിരുന്നു. അത് രണ്ടാമത്തെ കാര്യം. ഇനി ഇപ്പോഴെനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇതിൽ 8ാം പ്രതി ഗൂഢാലോചന തെളിയിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും ആളുകൾക്ക് പൾസർ സുനി കുറ്റക്കാരനാണെന്ന് പറഞ്ഞ ഒരു ചാനലും വാർത്തയാകുന്നില്ല. ദിലീപാണ് വാർത്ത ഇവിടുത്തെ. എനിക്ക് അതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. മാർക്കറ്റ് വാല്യൂ ഉണ്ട്, സെലിബ്രിറ്റി പവർ ഉള്ളത് കൊണ്ട് തന്നെ പരസ്യം കിട്ടും. ഇനി എൻ്റെ മറ്റൊരു ചാനലിലെ ഒരു അനുഭവം കൂടെ ഞാൻ പറയാം. ഈ റിപ്പോർട്ടർ ചാനലിലെ ജോലി അവസാനിപ്പിച്ച് ഞാൻ കേരളത്തിലെ മറ്റൊരു ചാനലിലേക്ക് വന്നു. അത് പിന്നെ സ്വാഭാവികമായി അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, അതിപ്പം നിലവിൽ വർക്ക് ചെയ്യുന്നില്ല. ആ ചാനൽ പിന്നെ ഇത് തന്നെയായിരുന്നു പരിപാടി. തുടക്കം മുതലേ തന്നെ ഈ സ്ത്രീ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ചാനലായിരുന്നു. അന്ന് ഞാൻ അതിന്റെ ഹെഡായിട്ടാണ് പോയത്, ആ ചാനലിലെ മെയിൻ ഇതിലേക്ക് പോയത്. അന്ന് അവിടെ 60 ദിവസമായിട്ട് ഈ ദിലീപ് വിഷയം ചർച്ച ചെയ്യുന്നു. 60 ദിവസമായിട്ട് എല്ലാ ദിവസവും ഞാനും അവിടെ രാത്രിയിൽ പ്രൈം ടൈം അവതരിപ്പിക്കുന്ന ആളാണ്. ഞങ്ങൾ 3 റീഡർമാരാണ്. ഈ ബാക്കി 2 റീഡർമാരും, അവരെ ഞാൻ പറയുന്നില്ല, ആ 2 റീഡർമാരും എപ്പോൾ ചെന്നാലും ഈ പറയുന്ന ദിലീപ് വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഒരു സംവിധായകനുണ്ട്, അദ്ദേഹത്തെ വിളിച്ച് സ്ഥിരവരുത്തും. പുള്ളി വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വരിക ചെയ്യുന്നത്, വന്നിരിക്കും. എന്നും ഈ കഥ തന്നെ, ഈ കഥ ദിലീപിന്റെ കഥ അവിടുന്ന് പോയിട്ട് ഇത് മറ്റു പല കഥ, നസീറിന്റെ കഥയായി, ഷീലയുടെ കഥയായി, ജയന്റെ കഥയായി, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും നിറഞ്ഞ സദസ്സിലൊരു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഈ 2 റീഡർമാര് ലീവിന് പോയി. എന്റെ ടേൺ വന്നപ്പോ അതിന്റെ മാനേജ്മെന്റ് MD വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ബിജു ഇന്ന് അത് ദിലീപ് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ 10-60 ദിവസമായിട്ട് ചവച്ചു തുപ്പിയ സാധനമല്ലേ ഇത്. കാരണം ഇതിൽ കൂടുതൽ അശ്ലീലം പറയാൻ എന്റെ കയ്യിൽ ഇല്ല, സ്റ്റോക്ക് ഇല്ല. ഞാൻ ചിന്തിക്കുന്നതും ഞാൻ എന്തെങ്കിലും ഇത് ചെയ്യുന്നതും അതിനപ്പുറത്തേക്ക് 60 ദിവസം കൊണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞ് ഈ ചാനലിൽ ഇനി ഞാൻ എന്ത് പറയാനാണ്. കാരണം അങ്ങനത്തെ ഒരെണ്ണം എനിക്ക് ചെയ്യാം. കാരണം ഞാൻ ആ ചാനലിലും നാഷണൽ ഇന്റർനാഷണൽ മാത്രമാണ് ഡിസ്കഷന് വേണ്ടി എടുത്തിരിക്കുന്ന സബ്ജക്റ്റ്. എനിക്കില്ല, ഞാൻ അശ്ലീലം പറയും, പക്ഷെ അതിന് മിനിമം ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ അശ്ലീലത്തിന്? ഇല്ലെങ്കിൽ അത് കേൾക്കുന്നവർക്ക് ഒരു മിനിമം സ്റ്റാൻഡേർഡ് വേണ്ടേ? ഇല്ലെങ്കിൽ ആ സദസ്സിന് ഒരു മിനിമം സ്റ്റാൻഡേർഡ് വേണ്ടേ? അതല്ലാതെ അഭിസാരിക കഥകൾ പറഞ്ഞിട്ട് അതിലും ഭേദം മാമാപ്പണിക്ക് പോകുന്നതാണെന്ന് എനിക്ക് തോന്നി. അത് അവിടുത്തെ ഒരു കലിപ്പിന് ഒരു കാരണമായി. അദ്ദേഹത്തിന്റെ കലിപ്പിന്റെ ഒരു കാരണം അതായിരുന്നു. മറ്റൊരു കാരണം, ഞാൻ ഈ ചാനൽ ചർച്ചയിൽ അന്ന് ഈ അദ്ദേഹത്തിന്റെയും ഇവിടുത്തെ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളുടെയും കണ്ണിലെ കരടായിരുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ശ്രീമാൻ ഷാജൻ സ്കറിയ. അപ്പൊ ഷാജൻ സ്കറിയെ ഇവർ ബഹിഷ്കരിച്ചിരുന്ന കാലമാണ്. 7000 പോലും അടിപ്പിക്കരുത് എന്ന് ബഹിഷ്കരിച്ചിരുന്ന കാലം. അന്ന് ഞാൻ അദ്ദേഹത്തെ വെച്ച് ചർച്ച നടത്തിയിട്ടുണ്ട് മംഗളം ചാനലിൽ ഒരുപാട് വട്ടം. ഒരു 2-3 വട്ടം ഷാജൻ സ്കറിയെ വിളിക്കുന്നത് ചേട്ടനാണെന്ന് തോന്നുന്നു അല്ലേ, ന്യൂസ് ചാനലിൽ. ഞാനന്ന് വിളിച്ചു. അന്നേരം അതിന്റെ പിറ്റേ ദിവസം അതിന്റെ മുതലാളി എന്നിട്ട് എന്നോട് പറഞ്ഞു, ആ ഡാഷ് മോനെ ഒരു തെറിയാ പറഞ്ഞു, ഇവിടെ ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ വിളിച്ചത്? അവനെ ഞാൻ 7000 ഇവിടെ കയറ്റത്തില്ല, അവൻ മാധ്യമപ്രവർത്തനമാണ്, മറ്റേതാ മറിച്ച. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സാറേ, അദ്ദേഹം ഒരു സീനിയർ ജേർണലിസ്റ്റ് ആണ്, അദ്ദേഹത്തെ എനിക്കറിയാം പണ്ട് തൊട്ട്. ഒരു മാധ്യമപ്രവർത്തനം നിലയിലാണ് അദ്ദേഹത്തെ വിളിച്ചത്. നിങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ വിരോധം അല്ലല്ലോ ഞാൻ ചർച്ച ചെയ്തത്.
ഞാൻ ചെയ്തത് പൊതുവായിട്ടൊരു കാര്യമായിരുന്നു. അദ്ദേഹം അത് വരികയും മാന്യമായി പോവുകയും ചെയ്തു. എനിക്ക് സന്തോഷം പകർന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എപ്പോഴൊക്കെ വിളിക്കുമ്പോഴും അപ്പോഴൊക്കെ ശ്രീ ഷാജൻ സ്കറിയ അതിൽ വരുമായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനും ഒരു 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 ഹരം പോലെ, കാരണം അദ്ദേഹം വന്നില്ലായിരുന്നെ ഞാൻ പൊളിഞ്ഞു പോയേനെ. കാരണം പിന്നെ വേണമെങ്കിൽ EMD വേണേ പറയാമല്ലോ, കണ്ട എന്റെ വരട്ടെ ഏറ്റവും വിളിച്ചില്ലെന്ന് പറയും. പക്ഷെ അദ്ദേഹം ഞാൻ വിളിക്കുമ്പോഴൊക്കെ വന്നിരുന്നു. ഞാൻ കുറെ അധികം ദിവസം വിളിച്ചു. അങ്ങനെ 2 കാരണങ്ങളാണ് ആ ചാനൽ മുതലാളിക്ക് എന്നോടുണ്ടായത്. അപ്പൊ എന്നെ എങ്ങനെ നശിപ്പിക്കണം, പുറത്തുകളയണം എന്നായിരുന്നു ആ ചാനലിൽ. പക്ഷെ ദൈവം സഹായിച്ചത് മാറി. ഇന്നിപ്പം സ്വതന്ത്രമായിട്ട് ഒരു പ്ലാറ്റ്ഫോമായി. പിന്നെ ഇത് കണക്ക് നിലപാടും നട്ടലുമുള്ള മാധ്യമപ്രവർത്തകർ ഒരു സ്ഥാപനത്തിൽ നിന്നു. അപ്പൊ സന്തോഷമായി. ഇപ്പൊ ധനുഷകരിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. കാരണം നീന്റെ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ കണ്ടിരിക്കുന്നത് എന്ത് ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ നിനക്കൊരു മനസ്സുണ്ട്. അത് തന്നെയാണ് എന്നെ ഇഷ്ടപ്പെടുത്താനും കാരണം. അപ്പൊ അന്ന് ഞാൻ ആ പണി അവിടെ നിന്ന് ഇട്ടു പതുക്കെ പോന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ഇങ്ങനത്തെ ഉള്ള പീഡനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ഭയക്കുന്നവരാണ്. അപ്പോ ഇതുണ്ട്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പിന്നീട് പറയാഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളുടെ ഒരു റൂട്ട് അതല്ല, നമ്മൾ നാഷണൽ ഇന്റർനാഷണൽ മാത്രം എടുത്തു പോകുന്നതായതുകൊണ്ടാണ് ഇത് എടുക്കാഞ്ഞത്. ഇന്നിത് വന്നപ്പോൾ ഇനി ഇത് അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം ഈ കേരളത്തിലെ മാധ്യമങ്ങൾ അജണ്ട ഫിക്സ് ചെയ്യുന്ന ഒരു കാലം പോയി. ഈ മാങ്കൂട്ടത്തിന്റെ കേസ് കേരളത്തിൽ പുറത്തു കൊണ്ടുവന്നത് മുഖ്യധാരാ മാധ്യമങ്ങളല്ല, അവർ മൂടിവെച്ച വാർത്തയാണത്. അത് പുറത്തു കൊണ്ടുവന്നത് ഈ ഓൺലൈൻ മീഡിയാസ് തന്നെയാണ് അത് പുറത്തു കൊണ്ടുവന്നത്. അവർ പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ അതിന്റെ പിതൃത്വം ഏറ്റെടുത്തത്. അങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റുന്നത് ഒന്നുമല്ല. ഈ ഇപ്പൊ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കേസ്, നാഷണൽ ഹെറാൾഡ് കേസ്, ആ കേസ് വന്നപ്പോൾ പറഞ്ഞു മോദി ഉണ്ടാക്കിയ കേസാന്ന് പറഞ്ഞു. ഈ കേസ് തുടങ്ങുന്നത് 2008-ലാണ്. 2012-ലാണ് ഇതിന് സുബ്രഹ്മണ്യ സ്വാമി കേസ് ഫയൽ ചെയ്യുന്നത് തന്നെ. മറ്റൊരു കേസ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 2014-ലാണ്. ഇത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ജനം അറിയോ? ഇല്ല. അപ്പൊ ജനം കരുതും രാഹുൽ ഗാന്ധിയുടെ വൈരാഗ്യത്തിന് നരേന്ദ്രമോദിയാണ് ഈ കേസ് കെട്ടിച്ചമച്ചെന്ന് പറയും. അങ്ങനെ മാധ്യമങ്ങൾ മൂടിവെക്കാത്തതുമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിനെ പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു മുഖ്യമായ കടമ എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ ഇന്ത്യയിൽ ഈ പ്രസ് എന്നുള്ള ബോർഡിന് കാണില്ല, പകരം മീഡിയ ആയിരിക്കും. എല്ലാം സംയോജിതമായി പോകുന്ന ഒന്ന് സംവിധാനത്തെയാണ് നമ്മൾ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ പ്രിന്റിങ്ങും ബ്രോഡ്കാസ്റ്റിങ്ങും റേഡിയോയും എല്ലാം ചേർന്ന്, കാരണം അതെല്ലാം ചേർന്ന് പോകേണ്ട ഒരു ലോകമാണ് ഇപ്പോൾ ഉള്ളത്. പുതിയ ലോകമാണ്. പ്രിന്റ് മീഡിയ മാത്രമോ ഇല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ മാത്രമോ അല്ല, എല്ലാ മീഡിയകളും ചേർന്ന്. കാരണം ഇന്ന് കയ്യിൽ ഒരു മൊബൈൽ ഉള്ളവരൊക്കെ ഇന്ന് റിപ്പോർട്ടറായി മാറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു നിയമം നമുക്ക് അനിവാര്യമാണ്. അതും ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഈ ഒരു കേസിൽ ഈ 9 വർഷമായിട്ട് ഒരു മനുഷ്യൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതൊരു സിനിമാ താരമാണ്. സിനിമയാണ് അങ്ങേരുടെ ഉപജീവന മാർഗം. അഭിനയിക്കാൻ പോയാൽ പൈസ കിട്ടും, ഇല്ലെങ്കിൽ നിർമ്മിക്കാൻ പോയാൽ പൈസ കിട്ടും. ഒരു സിനിമാ നടൻ 9 വർഷമായിട്ട് നല്ല കാലത്ത്, അയാളുടെ നല്ല പ്രായത്തിൽ 9 വർഷമായിട്ട് ഒരു പടം പോലും കിട്ടാതെ ഒരു മൂലക്ക് ഇരിക്കേണ്ടി വരുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. ആ മാനസികാവസ്ഥയ്ക്ക് ഇവന്മാരാരെങ്കിലും 5 പൈസ കൊടുക്കുവോ? 9 വർഷമാണ്. ഈ കേസിലെ പ്രതികളായ പൾസർ സുനിക്ക് പോലും ജാമ്യം കിട്ടിയപ്പോൾ 9 വർഷമായിട്ട് മാനസികമായിട്ടുള്ള പബ്ലിക്കിനെ ഫേസ് ചെയ്യാത്ത ഒരു തടവറയിൽ, സ്വയം സൃഷ്ടിച്ച തടവറയിൽ കിടക്കേണ്ടി വന്നൊരു മനുഷ്യനാണ് അയാൾ. പക്ഷെ ആ കോടതി പറഞ്ഞതായാലും ഞാൻ അവിടെയാണ് ഒരു മാന്യത കാണുന്നത്. കോടതി ജാമ്യം കൊടുത്തപ്പോൾ ഈ ദിലീപിനോട് പറഞ്ഞ കാര്യം മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന് പറഞ്ഞു. ഈ 9 വർഷമായിട്ട് ഈ മനുഷ്യൻ വാ തുറന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ ഇയാളുടെ, നമ്മുടെ മാധ്യമ ധർമ്മം എന്താണ്? ഒരു 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 സംഭവം നടക്കുമ്പോൾ 2 ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ എടുക്കണം, അല്ലെ? അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ എടുക്കണം. എന്നാൽ മാത്രമല്ലേ അത് നിഷ്പക്ഷമാകത്തുള്ളൂ. ഈ 9 വർഷമായിട്ട് ദിലീപ് പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു മീഡിയയിൽ കാണിച്ചിട്ടുണ്ടോ? അയാൾക്ക് പറയാനുള്ളത് ഏതെങ്കിലും മീഡിയ കേട്ടിട്ടുണ്ടോ? അയാൾ എന്താണ് ഈ സംഭവം, എന്താണോ പറ്റിയത് എന്ന് ചോദിക്കാൻ ഈ പറയുന്ന ഏതെങ്കിലും മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു? ഇല്ല. ഇവന്മാര് ഫിക്സ് ചെയ്യും, ഇവരാണ് പ്രതി, ഇവര് പറയുന്നത് കേട്ടോണം കോടതി. അതിന് വിരുദ്ധമായിട്ട് കോടതി എന്തെങ്കിലും പറഞ്ഞാൽ അത് സംഘിക്കോടതിയാകും, കോടതിക്ക് വിവരമില്ലെന്നാകും, മറ്റു പലതുമാകും. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഈ ഇന്നിപ്പോ ദിലീപ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു തലപ്പത്തിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയും സംഘവും എന്നെ വേട്ടയാടുകയായിരുന്നു. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, അവരുടെ പേരൊന്ന് പറയാവോ എന്ന്. എന്തൊരു ഊളയാണെന്ന് ആലോചിച്ച്. കേരളത്തിൽ എത്ര വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ, തലപ്പത്തിരിക്കുന്നത്. അതുപോലും അറിയാൻ മേലാത്തവനാണ്. അപ്പൊ അതല്ല, ദിലീപിന്റെ വായിന്ന് അതും കൂടെ കേട്ടാൽ ഒരു ബ്രേക്കിംഗ് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഈ ബ്രേക്കിംഗ് ആണ് ഇവിടുത്തെ ഒരു വലിയ വിഷയമായിട്ട് പോകുന്നത്. പക്ഷെ അത് ശരിയായ ഒരു മാധ്യമ പ്രവർത്തനമല്ല. കാരണം ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും ആദ്യം നമ്മളൊന്ന് ലോജിക്കായിട്ട് ചിന്തിക്കുക, ഇതിനകത്ത് എന്താണെന്നുള്ളത്. പിന്നെ ഈ കാള പറ്റുമെന്ന് നോക്കുമ്പോൾ കയറടക്കരുത്. ഇതിനെക്കുറിച്ച് പുലബന്ധം പോലും ഇല്ലാത്തവരാണിത്. ഇതിനകത്ത് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു, കേരളത്തിലെ ബഹുഭൂരിപക്ഷം സീനിയർ ജേർണലിസ്റ്റുകൾക്ക് ഇതിന്റെ റിയാലിറ്റി അറിയാം. പ്രത്യേകിച്ച് കൊച്ചിയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർക്ക് സത്യം അറിയാം. എന്റർടൈൻമെന്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് ഇതിന്റെ സത്യം അറിയാം.
പക്ഷെ അവരുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയിട്ട്, മൈലേജിന് വേണ്ടിയിട്ട് അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഇനി എനിക്ക് തോന്നുന്നു വീണ്ടും ഇത് കോടതിയിലേക്ക് പോകും, അപ്പീലുമായിട്ട് പോകുമെന്ന് തോന്നുന്നു. ഇത് എവിടെ അപ്പീലിന് പോയി കഴിഞ്ഞാൽ, ഞാനിപ്പോ പുതിയൊരു നരേഷൻ ഇറക്കിയിട്ടുണ്ട്. അയാള് പണം മുടക്കിയിട്ടാണ് പിന്നെന്താണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന്. അത് കോടതി അവഹേളിക്കുന്നൊരു വാക്കാണ്. അങ്ങനെ നമ്മൾ അത് പറയുന്നത് ശരിയല്ലത്. അങ്ങനെയാണ് ഇപ്പൊ പുതിയത്. കാരണം നമ്മൾ ഈ പണ്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, നമുക്ക് നേരിട്ട് തോപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിന്റെ വീടിന്റെ വാതിക്ക് വന്ന് തൂറി തോപ്പിക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതായത് എനിക്കിപ്പം നീയുമായിട്ട് അടിച്ചു നിൽക്കാൻ കഴിയില്ല. രാവിലെ നീ എഴുന്നേൽക്കുന്നതിന് മുമ്പ് വെളുപ്പിനെ വന്ന് നിന്റെ വീടിന്റെ വാതിക്കലൊക്കെ മലമൂത്ര വിസർജനം ചെയ്തിട്ടും അങ്ങനെങ്കിലും നിന്നെ തോപ്പിക്കാൻ കഴിയുമല്ലോ. അപ്പൊ അവസാനത്തെ ആയുധമാണ് എടുത്തിരിക്കുന്നത്, പണം കൊടുത്ത് കോടതിയെ വിലക്ക് വാങ്ങി. അങ്ങനെ വിലക്ക് വാങ്ങാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ രാജ്യത്ത് അമിത്ഷായെ പോലൊരു നേതാവ് 3 വർഷം അകത്ത് കിടക്കില്ലായിരുന്നു. പിന്നെ ഇപ്പൊ അനിൽ അംബാനി, ഇപ്പം നമ്മുടെ മറ്റേ മുകേഷ് അംബാനി ജാമ്യമെടുക്കാൻ നെട്ടോട്ടം ഓടില്ലായിരുന്നു. വിജയ് മല്യ എന്ന് പറയുന്ന ഒരു ലോകേക കോടീശ്വരൻ ഇന്ത്യയെ കാലുകുത്താൻ കഴിയാതെ ലണ്ടനിൽ കിടന്ന് നെട്ടോട്ടം ഓടി അവിടുത്തെ ജയിലിൽ കിടക്കില്ലായിരുന്നു. അങ്ങനെ കോടതിയെ വിലക്കെടുക്കാൻ കഴിയുമോ നമുക്ക്? ഇതൊക്കെ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളാണ്. ഇല്ല എന്നല്ല, കാണുമായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ഇന്ത്യയിലെ നീതിബോധം എന്നെങ്കിലും ഒരു പൗരനെന്നെങ്കിലും മനസ്സിലാക്കണം. ഇപ്പൊ വെറുതെ അതാ ഞാൻ പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ തൂറി തോൽപ്പിക്കുക എന്ന പഴഞ്ചൊല്ലാണ് ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്നത്. അതിന് അപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല. ഇതാണ് ഈ കേസിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസും. 8 വർഷം കഴിഞ്ഞ അദ്ദേഹത്തിന് കുറ്റക്കാരനല്ല എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തോന്നും. വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹം അങ്ങനെ വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. പണ്ടും ഞാൻ പറഞ്ഞിരുന്നു ഇദ്ദേഹം തെറ്റുകാരനാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തെ ഒതുക്കാൻ ഒരു വലിയ സംഘം, അതായത് മട്ടാഞ്ചേരി മാഫിയുണ്ട്. അതുകൊണ്ട് ഇനി ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റുകളൊക്കെ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ആദ്യം കൊടുത്ത വാർത്തയിലെ 1.5 ദിവസം കൊടുത്ത വാർത്തയിൽ നിങ്ങൾ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കുറെ പേപ്പറുകളിൽ ഒപ്പിടിച്ചെന്ന്. ആദ്യം അവിടം തൊട്ട് നിങ്ങൾ ഈ കേസ് അന്വേഷിച്ച് തുടങ്ങൂ. അവിടം തൊട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം തുടങ്ങൂ. അപ്പോൾ നിങ്ങൾ എത്തപ്പെടുന്നത് മറ്റൊരു കഥയിലേക്കായിരിക്കും. പക്ഷെ ആ കഥയ്ക്ക് വലിയ ഗുമ്മ് കാണില്ല, ആ കഥയ്ക്ക് ഇത്ര മൈലേജ് കിട്ടില്ല. അവിടം തൊട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾ കൊടുക്ക്. അപ്പൊ ഇനി താഴെ വന്ന് കമന്റ് ഇടും, നിങ്ങൾക്ക് അന്വേഷിച്ചുകൂടെയെന്ന്. ഞങ്ങൾ ഈ സാധനങ്ങൾ എടുക്കാറില്ല പണ്ടും. പിന്നെ ഇതിപ്പോ ഇങ്ങനെ ആയതുകൊണ്ടും ധനുഷ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടും ഞാൻ വന്നിരുന്നതും സംസാരിച്ചതുമാണ്.